ബോയ് നിൽക്കുന്ന സമയത്ത് എന്താ കിട്ടുക, നമ്മൾ ട്രീറ്റ് കൊടുക്കുക. ഒരു പണിയെടുക്കാണ്ട് വെറുതെ ബിസ്ക്കറ്റ് വാങ്ങാൻ ടോമി. അസ്സലാമു നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയാം, റോക്കിനെ ഹീൽ എന്ന് പറഞ്ഞ കമാൻഡ് പഠിപ്പിക്കുക. ഹീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒപ്പം നടക്കണം, ഒപ്പം കൂടെ നടക്കണം. ഫ്രണ്ടിക്ക് പോകാൻ പാടില്ല, ഡൈവേർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതിരിക്കാൻ പാടില്ല. അതിനുള്ള കമാൻഡ് പഠിപ്പിക്കുന്നത്. റോക്കിനെയാണ് പഠിപ്പിക്കുന്നത്. ടോമി ഇപ്പോൾ വെറുതെ കൂടെ വന്ന് നിന്നു എന്നുള്ളൂ. നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മേരി ലൈറ്റ് ബിസ്ക്കറ്റ് ആസ് യൂഷ്വൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ റോക്കിനെ ഒരു ലീസിലിട്ടിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ലീസിലിട്ടിട്ടുണ്ട്. ലീസിലിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാം. ഇവൻ ഓൾറെഡി കുറച്ച് അറിയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാ റോക്കി വാ. പോകുമ്പോൾ കണ്ടില്ലേ, ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഇവന് കുറച്ച് കമാൻഡ് അറിയുന്നതുകൊണ്ടാണ് പതുക്കെ നടക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഡോഗ്സ് എന്ത് കാട്ടും, നമ്മളെ കാട്ടി മുമ്പിൽ ഓടും, നമ്മളെ വലിച്ചിട്ട് ഓടും. ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. അപ്പോൾ അതല്ലാതെ ഇങ്ങനെ കൂളായിട്ട് അങ്ങനെ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി നിന്നു. നടക്കുമ്പോൾ നോക്കിക്കോ, എന്നെ കാട്ടി മുമ്പിൽ ഫ്രണ്ടിൽ പോകുന്നില്ല, ഞമ്മളെ പിടിച്ച് വലിക്കുന്നില്ല. ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇവൻ ചെയ്യണത്. ഞമ്മളെ പിടിച്ച് വലിക്കുന്നില്ല, വളരെ ഫ്രീ ആയിട്ട്. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്കിങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് നടക്കാനുള്ളൊരു കമാൻഡാണ് ഹീൽ കമാൻഡ്. അതുമല്ല, ഈ സാധനം ഇതില്ലെങ്കിൽ കൂടെ, ഈ ലീസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് നടക്കണം. ഈ ലീസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് നടക്കണം. അപ്പോൾ അതിനും കൂടെ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഹീൽ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം എന്ത് കിട്ടുക, ഫസ്റ്റ് ബിസ്ക്കറ്റ് എടുക്കുക, ഇവനെ കൊതി കാണിപ്പിക്കുക. ഓക്കെ ഓക്കെ, ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. കൊതി കാണിപ്പിച്ചതിന് ശേഷം നമ്മളെന്ത് കാട്ടുക, ലീസ് ഇടുക. അപ്പോൾ നമ്മളിവൻ്റെ ചങ്ങല ഇട്ടിട്ട് നടക്കുമ്പോൾ എന്ത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയിൽ ഒരു ആട്ടുംകുട്ടി വന്നു. അതാണ് അവൻ ട്രിഗറായിട്ട് നിൽക്കുന്നത്. നോക്കി നിൽക്കുന്നു. പോയി. ഓക്കെ, ലീസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് കേട്ടെന്ന് പറഞ്ഞാൽ, ഈ സാധനം ഉണ്ടല്ലോ ഇവൻ്റെ തുമ്പറത്ത് പിടിപ്പിക്കും. ഓക്കെ, ബാ ഓക്കെ. എന്നിട്ട് നമ്മൾ കൊടുക്കൂല, കൈ ഇങ്ങനെ പൂട്ടിയിട്ട് നടക്കും. അപ്പോൾ ഇവൻ എന്ത് കേട്ടും, നമ്മുടെ പിന്നാലെ തന്നെ നടക്കും. ടോമിക്കില്ല. ഇതിൻ്റെ ഇടയിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല കേട്ടോ. ഞാൻ ഇവനായതുകൊണ്ട് മാത്രം നടത്തിപ്പിക്കാൻ. ഗുഡ് ബോയ്. ഒരു റൗണ്ട് നടത്തി കഴിഞ്ഞാൽ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഇതിങ്ങനെ നമ്മൾ 3-4 വട്ടം ട്രെയിൻ ചെയ്യുക. ഒരു റൗണ്ട് അടിക്കുക, ഒരു റൗണ്ട് അടിച്ചിട്ട് കൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കേട്ടുക, ഇത് കൊടുക്കുക. ഇപ്പം ഞാനിത് ഊരിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഊരിയിട്ട് ഇനി നടക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് പറയുക, ഹീൽ എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഓക്കെ, എന്നിട്ടും ഹീൽ. വാ ഓക്കെ. കൈ ഞാൻ അങ്ങനെ വെക്കണ്ട, എൻ്റെ കയ്യിലൊന്നുമില്ല. നമ്മൾ ഈസ സ്റ്റേജിൽ ബിസ്ക്കറ്റ് വയ്ക്കും. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. നിൽക്കുന്ന സമയത്ത് എന്ത് കിട്ടുക, നമ്മൾ ട്രീറ്റ് കൊടുക്കുക. ഒരു പണിയെടുക്കാണ്ട് വെറുതെ ബിസ്ക്കറ്റ് വാങ്ങാൻ ടോമി. ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ബാ ഹീൽ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ പോകാൻ പാടില്ല കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഓക്കെ, ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. എന്നാ പണിയെടുക്കാത്ത ടോമി. ഗുഡ് ബോയ് ഗുഡ് ബോയ്. സ്വാഭാവികമായിട്ട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേറെ ഡോഗുകളെ കൊണ്ടുവരരുത്, ഉണ്ടാവില്ല. ഇവനെ ഓട്ടോമാറ്റിക്കലി അറിയുന്നതുകൊണ്ടാണ് ഇതാക്കണത്. പിന്നെ നമ്മളിവനെ വൈൽഡായിട്ട് വളർത്തുന്നതുകൊണ്ടാണ് അവനെ നമ്മളിപ്പോൾ അങ്ങനെ വിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ട് നോക്കിയോ. ഓക്കെ, ബാ ഹീൽ. ഹീൽ ഹീൽ ഹീൽ. ഫസ്റ്റൊക്കെ കുറച്ച് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ബാ ഹീൽ. നമ്മുടെ ബാക്കിൽ നടന്നാലും പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കണ്ടില്ലേ, ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ പോകാൻ പാടില്ല, ബാക്കിൽ നടന്നാലും വലിയ പ്രശ്നമില്ല. ഗുഡ് ബോയ് ഹീൽ. ഗുഡ് ബോയ്. കണ്ടില്ലേ, ആള് ക്ഷീണിച്ചുട്ടാ. ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു 10 മിനിറ്റ് കൂടെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിൽ വന്നു.
വെയിൽ വന്നപ്പോൾ ആൾ ടയേർഡായതാണ്. ഒരു ഉത്സാഹം കാണില്ല, മുഖത്ത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നോർമലി കാണുന്ന സമയത്ത് അത് മനസ്സിലാവും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹം കാണിക്കും. ഇപ്പോൾ കാര്യപ്പെട്ട അത്ര ഹറിപറിയൊന്നും കാണിക്കണം. അവിടെ നമുക്ക് നോർമലായിട്ട് നിൽക്കണം, കണ്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മേത്ത് ചാടും കയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പോൾ ഒരു നോർമൽ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാനിവിടെ ട്രെയിനിങ് ഹാൾട്ട് ചെയ്യണം. എന്നിട്ട് അവൻ ഉഷാറ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യും. ഓക്കെ, ടോമിക്ക് ഗുഡ് ബോയ്. ഓക്കെ, ഹായ്. ആൻസറിന് കണ്ടില്ലേ? നോ, ഡൗൺ, ഗുഡ് ബോയ്. നല്ല വെയിൽ. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഹാൾട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് കേട്ടോ. നമ്മുടെ ഒപ്പം നടത്താൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതാണ് ടോമി, ഇതാണ് റോക്കി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.